ദല്ലാളിന്റെ ആരോപണം എന്താണ്? ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം, 10 ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസ് ആയി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളത് ശോഭാ സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം. സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക? അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക? എൻ്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ, ഞാൻ 10-42 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ചെലവുകളുണ്ട്. എനിക്കൊരു 8 സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല. ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ. അത് കഴിഞ്ഞ് 4 തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു. 4 തവണ ദല്ലാളിനെ വിളിച്ചു. ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത്? പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് 10 ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ 1 കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? കൊടുക്കണ്ടേ? നമസ്കാരം. പല രാഷ്ട്രീയക്കാരുടെയും പിമ്പായി നടന്നിട്ടുള്ള, പേരിൽ പോലും പിമ്പ് എന്ന് അല്ലെങ്കിൽ ദല്ലാൾ എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു നാണം കെട്ട നാറിയുടെ വർത്തമാനങ്ങൾ കൊണ്ടൊന്നും എന്നെ നാണം കെടുത്താം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇതെൻ്റെ വാക്കുകളല്ല. BJPയുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന, കേരളത്തിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന, BJPയുടെ തീപ്പൊരി നേതാവെന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദല്ലാൾ നന്ദകുമാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ച വാക്കുകളാണ്. ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാറിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാദവുമായി, ആരോപണവുമായാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ ഈ പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭാ സുരേന്ദ്രനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞ് മറ്റൊരു ആരോപണവുമായി നേരത്തെ ദല്ലാൾ നന്ദകുമാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അനിൽ ആന്റണിയുടെ അച്ഛൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഭാരതത്തിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയുമായ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവുമായ AK ആന്റണി കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ആന്റണിയുടെ മകനായ അനിൽ ആന്റണി 25 ലക്ഷം രൂപ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നൊരു ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊതുവേദിയിൽ വന്ന് നിന്നുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ ഉന്നയിക്കുകയുണ്ടായി. പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിലെല്ലാം ദല്ലാൾ നന്ദകുമാർ ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം വിശേഷങ്ങളുമായി മുന്നോട്ട് വരിക പതിവാണ്. അനിൽ ആന്റണിക്കെതിരെ 25 ലക്ഷം രൂപയുടെ ആരോപണവുമായി രംഗത്തെത്തിയ നന്ദകുമാർ എന്ന് പറഞ്ഞത്, മൺമറഞ്ഞ PT തോമസിന് വിവരമറിയാം, PJ കുര്യനും ഇതറിയാം. PJ കുര്യന്റെ അരുമ ശിഷ്യനാണ് അനിൽ ആന്റണിക്ക് എതിരെ പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ദല്ലാൾ നന്ദകുമാർ ഇത്തരം ദല്ലാൾ പണികൾ, പിമ്പ് പണി നടത്തുന്നത് എന്ന് രാഷ്ട്രീയ കേരളത്തിന് അറിയാം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. എൻ്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന സമയം ഭാരിച്ച ചിലവുകൾ ഉണ്ടായിരുന്നു ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി. ആ സമയത്ത് എൻ്റെ പേരിലുള്ള ഒരു 8 സെന്റ് ഭൂമി വിൽക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എന്നെ തേടി വന്ന ദല്ലാൾ നന്ദകുമാറിനോട് ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം പങ്കുവെക്കുകയുണ്ടായി. നിങ്ങൾ വലിയ പണക്കാരൊക്കെയായിട്ട് ബന്ധമുള്ള ആളാണല്ലോ, ഈ ഭൂമി ഒന്ന് വിറ്റ് കിട്ടുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഏട്ടൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഞെരുക്കമുള്ളതിനാൽ ഈ ഭൂമി ഒന്ന് വിറ്റ് കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരിക്കും എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാറിനോട് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാർ ഉടനെ തന്നെ കാറിൽ നിന്നും 10 ലക്ഷം രൂപയുടെ ഒരു കെട്ടെടുത്ത് കൊണ്ടുവന്ന് ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ തുനിഞ്ഞു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ ഈ ഭൂമി വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പണം എനിക്ക് തരേണ്ടത് ബാങ്ക് വഴിയാണ്, ഞാനൊരു പൊതുപ്രവർത്തകയാണ്, അതുകൊണ്ട് കയ്യിൽ ഞാൻ പണം വാങ്ങിക്കില്ല, നിങ്ങൾ പണം തരുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് വഴി റെക്കോർഡിക്കലായിട്ട് തന്നോളൂ, തീർച്ചയായും അങ്ങനെ ഇടപാട് നടത്താം എന്നാണ് പറഞ്ഞത്. അയാൾ 10 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അതിൻ്റെ കൃത്യമായ രേഖകൾ ശോഭാ സുരേന്ദ്രൻ സൂക്ഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. പിന്നീട് ഈ ഭൂമിയെക്കുറിച്ച് യാതൊരു തരത്തിലും ഇയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു കാരണവശാലും നേരിട്ട് വരില്ല, ഭൂമി വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നു 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. ഇത് എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ്? എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ ദല്ലാൾ നന്ദകുമാർ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നത്, അല്ലെങ്കിൽ പലവട്ടം താൻ ഫോൺ ചെയ്തിട്ടും മറുപടി തരാതിരുന്നത്?
അപ്പോൾ ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ള ചില സർവേകൾ പുറത്തു വന്നതോടുകൂടി ആലപ്പുഴയിൽ മത്സരിക്കുന്ന ചില എതിർകക്ഷികളുടെ താല്പര്യപ്രകാരം തന്നെയാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഇങ്ങനെ ഒരു 10 ലക്ഷം രൂപയുടെ കഥയുമായി വന്നിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഞ്ഞടിച്ചത്. ആരാണ് ദല്ലാൽ നന്ദകുമാർ എന്നുള്ളത് എനിക്ക് ശരിക്കറിയാം. എന്നെ പരിചയപ്പെട്ടതിന് ശേഷം CPM ഏതാണ്ട് പിണറായി വിജയന്റെ ഒപ്പം തന്നെ തലപ്പൊക്കമുള്ള കണ്ണൂരിലെ ഒരു നേതാവ്, പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ CPM രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു നേതാവിനെയും കൊണ്ട് ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് BJP അംഗത്വം എടുക്കണം എന്നുള്ളതായിരുന്നു അന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിൽ CPM പിളരാൻ ഒരു സാഹചര്യം അതുണ്ടാകുമായിരുന്നു. ഡൽഹിയിലും ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി. കാരണം BJPയുടെ കേന്ദ്ര നേതാവായ അമിത്ഷാ ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയും മറ്റു 4 പേരെയുമാണ്. അതായത് 5 പേരെയാണ് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന പ്രവർത്തകരോ ആരെങ്കിലും BJPയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ BJPയിൽ അംഗത്വം കൊടുക്കുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനടക്കം BJPയിലെ 5 കേന്ദ്ര നേതാക്കളെ തന്നെയാണ്. അതുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ഇത്തരം ആളുകളുടെ BJPയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെ കാണാൻ വരുമ്പോൾ ദല്ലാൽ നന്ദകുമാറിന് സമയം അനുവദിച്ചതും സംസാരിച്ചതും. എന്നാൽ ദല്ലാൽ നന്ദകുമാർ കൂട്ടിക്കൊണ്ടുവന്ന ആളുകൾക്ക് BJPയിലേക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ CPM നിന്ന് ഇങ്ങനെ ചില മുതിർന്ന നേതാക്കളെ BJPയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ആദ്യവട്ട ചർച്ച ഡൽഹിയിൽ നടക്കുമ്പോൾ തന്നെ ദല്ലാൽ നന്ദകുമാർ കോടിക്കണക്കിന് രൂപയാണ് ചോദിച്ചത്. അന്നേ തന്നെ അത്തരം കാര്യങ്ങൾ ദല്ലാൽ നന്ദകുമാറിനോട് BJP കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. BJPയിലേക്ക് ഏതെങ്കിലും നേതാക്കളെ കൊണ്ടുവരുമ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് ദല്ലാൽ നന്ദകുമാറിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യാശയുണ്ടെങ്കിൽ ആ പ്രപ്പോസൽ ഇവിടെ അവസാനിപ്പിച്ചോളൂ. അത്തരം ഒരു നടപടിക്രമങ്ങളല്ല BJPക്കുള്ളത്. ഇതാണ് ദല്ലാൽ നന്ദകുമാറിന് ഒരു പരിധിവരെ അന്ന് ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇയാളുടെ ജോലി ഇത് തന്നെയാണ്. മറ്റുള്ള ഇടങ്ങളിലെല്ലാം നുഴഞ്ഞു കയറി ഇയാളുടെ താല്പര്യങ്ങൾ പറയും. ആരെങ്കിലും ഇയാളെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഇയാൾക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വ്യക്തിബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാർമ്മിക മൂല്യങ്ങളോ ഒന്നും കണക്കിലെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ദല്ലാൽ നന്ദകുമാർ എന്നാണ് ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചത്. കേരളത്തിൽ യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത, അതായത് തൻ്റെ പേരിനൊപ്പം ദല്ലാൾ എന്നുകൂടി വിശേഷണം പോലെ കൊണ്ടു നടക്കുന്ന ഒരാൾ ഏത് തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും ശോഭാ സുരേന്ദ്രൻ എന്ന പൊതുജീവിതം നയിക്കുന്ന രാഷ്ട്രീയക്കാരിയെ ഇല്ലാതാക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാർ എൻ്റെ ഭൂമി വാങ്ങാൻ താല്പര്യപ്രകാരം മുന്നോട്ട് വന്നു. അതിന് 10 ലക്ഷം രൂപ അഡ്വാൻസായി തന്നു. അത് ഞാൻ കയ്യിൽ വാങ്ങിയില്ല, ബാങ്കിലാണ് ആ പണം നിക്ഷേപിച്ചത്. കൃത്യമായ രേഖകളുണ്ട് ഇതിനെല്ലാം. ഞാനത് നിഷേധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ 10 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് ഇയാൾ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇയാൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ബാക്കി പണം തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കാമെന്ന് പറഞ്ഞ വിൽപ്പന നടത്താനുള്ള ഭൂമി അയാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ നിൽക്കുന്നതിനാൽ ഇനി അത് കഴിഞ്ഞ് സാധ്യമാകൂ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിച്ചത്. അയാൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ ഇടപാട് നടക്കും. ഇത് ഈ സാഹചര്യത്തിൽ ഇയാൾ ഉയർത്തിക്കൊണ്ടുവന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥി ജയിച്ച് കയറും എന്ന് കണ്ടപ്പോൾ ചില സ്ഥാപിത താല്പര്യക്കാരെയും ശോഭാ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ എതിരിട്ട് മത്സരിക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെയും ഒത്താശയോട് കൂടി തന്നെയാണ്. ഒരുപക്ഷെ അവരിൽ നിന്നും ഇയാൾ പണം വാങ്ങിയിട്ട് തന്നെയായിരിക്കാം ഇത്തരം പിമ്പിന്റെ വേല ചെയ്യുന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെതിരെ തുറന്നടിച്ചത്. ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെയും ഞാൻ ഒരു ദിനം കണ്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചടങ്ങിൽ പോയപ്പോഴാണ് കണ്ടത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ആ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ ഇയാളൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. 100 പെൺകുട്ടികൾക്ക് പഠന സഹായങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. 100 പെൺകുട്ടികൾ പോയിട്ട് ഒരാളെയെങ്കിലും ഇയാൾ പഠന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. മാന്യമായ എന്തെങ്കിലും ഒരു ജോലി ഇയാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാന്യമായ എന്തെങ്കിലും ഒരു സാമൂഹ്യ സേവനം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു വിശ്വാസ്യതയുണ്ട്. ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ പിമ്പായി ഇഴഞ്ഞു നടക്കുന്ന ഇയാളെക്കുറിച്ച് എന്തു പറയാനാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത്. അനിൽ ആന്റണിക്കെതിരെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെയും ആരുടെയൊക്കെയോ പണം വാങ്ങിക്കൊണ്ട് വീണ്ടും ഒരു പിമ്പ് വേല നടത്തിയിരിക്കുന്നു, ദല്ലാൾ പണി നടത്തിയിരിക്കുന്നു നന്ദകുമാർ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദല്ലാൾ നന്ദകുമാറുമായി ഉണ്ടായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ദല്ലാളിന്റെ ആരോപണം എന്താണ്? ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം, 10 ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസ് ആയി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളത്
ശോഭാ സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം. സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക? അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക? എൻ്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ, ഞാൻ 10-42 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ചെലവുകളുണ്ട്. എനിക്കൊരു 8 സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല. ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ. അത് കഴിഞ്ഞ് 4 തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു. 4 തവണ ദല്ലാളിനെ വിളിച്ചു. ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത്? പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് 10 ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ 1 കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? കൊടുക്കണ്ടേ? ഈ നാണം കെട്ട നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ്, മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്കറിയും. അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും. എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും. എന്നാൽ ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് പറയണോ? നാണം കെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് ദല്ലാളിന് നാക്ക് പിഴച്ച്, ദല്ലാൾ കിടുകിടാ വിറച്ച് ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ്? ദല്ലാൾ മറുപടി പറയണം. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ? പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു, നേതാവിനെ കൊണ്ടുവരുന്നു. ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഹിസ്റ്ററി പഠിക്കും. ഞാനല്ല പഠിക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും. ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നാൽ ദല്ലാൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ 1-ാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് കോടാനുകോടി രൂപയാണ്. ദല്ലാൽ എന്താ വിചാരിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് നിങ്ങളെപ്പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണെന്നാണോ? അല്ല, ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല. ഇപ്പോ അനിൽ ആന്റണിക്കെതിരെ ഇതുപോലെ ചില അന്യായങ്ങൾ പറഞ്ഞു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദല്ലാളിനെ കൊണ്ട് നിങ്ങളാണ് ചോദിപ്പിക്കേണ്ടത്. ഏത് നേതാവിനെയാണ് ദല്ലാൽ നന്ദകുമാർ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോൾ തൃശ്ശൂരില് ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ, എവിടെ, രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ച് ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള എന്റെ നേതാവുമായിട്ട് സംസാരിച്ചത്? ദല്ലാൽ പറയണ്ടേ? അല്ല, ഞാനല്ല പറയേണ്ടത് മറുപടി. ഈ ദല്ലാള് പറയണം, എന്തിനാണ് രാമനിലയത്തിൽ ഗോവിന്ദൻ മാഷുടെ യാത്ര നടക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിലെ മുറിയിൽ വന്നത്? അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത്? ആ ഡൽഹിയിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പ്രമുഖനായ ലീഡർ പ്രസ്ഥാനത്തെ പിളർക്കുമെന്നായപ്പോ ദല്ലാൽ നന്ദകുമാറിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ ദല്ലാൾ ഈ പണി പാതി വെച്ച് അവസാനിപ്പിച്ചതും പണം ചോദിച്ച് കിട്ടാത്തതിന്റെ പേര്. അത് 1-ാം സ്ഥാനം. ഒന്നാമതായിട്ട് ദല്ലാളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ ദല്ലാള് വിവരം അറിയുമായിരുന്നു. കാരണം ഡൽഹിയിൽ ചോദിച്ച കോടികൾക്ക് കണക്കില്ല.
ഇയാൾ ഈ പണി പണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ KC വേണുഗോപാലിനെതിരെ മുമ്പൊരു സ്ത്രീ മാനനഷ്ട കേസ് കൊടുത്തിരുന്നല്ലോ, സോളാർ വിവാദം കത്തിപ്പടരുമ്പോൾ. ആ സോളാർ വിവാദം കത്തിപ്പടർന്ന സമയത്ത് അന്ന് മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള സ്ത്രീക്ക് കാര്യസ്ഥനായിരുന്നു ദല്ലാൽ നന്ദകുമാർ. ആ കാര്യസ്ഥൻ KC വേണുഗോപാലിന് വേണ്ടി എത്ര കോടികളാണ് ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ചാൽ മതി. അതെനിക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ബാക്കി നാളെ രാവിലെ ആരാധനായിട്ടുള്ള അമിത്ഷാജി വരികയാണ്. നിങ്ങളുടെ മുന്നിലാണ് ദല്ലാൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാം. എന്തിനാണ് പൈസ വാങ്ങുന്നത്? എന്റെ ഭൂമി വിൽക്കാനാണ്. എഗ്രിമെന്റ് എഴുതിയില്ല, ഇയാൾ വന്നതേ ഇല്ല. ഇയാൾ ഇടയ്ക്ക് വിളിച്ച് പറയുകയാണ് എനിക്ക് എന്റെ 10 ലക്ഷം വേണം. അപ്പൊ ഞാൻ എന്താ അയാളോട് പറയുന്നത്, നിങ്ങളുടെ 10 ലക്ഷം നിങ്ങൾ ഈ ഭൂമിയാണ് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തത്. ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതും ആധാരം എഴുത്തുകാരൻ രഘു വടക്കാഞ്ചേരി, രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. ഈ സ്ഥലം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ദല്ലാളിന് ഭൂമി നമ്മൾ ആരും ഏറ്റുകൊണ്ട് പോയിട്ടില്ലല്ലോ, ഭൂമി അവിടെ ഉണ്ടല്ലോ, മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടല്ലോ. ദല്ലാളിന് ഭൂമി മാത്രമേ ശോഭാ സുരേന്ദ്രൻ കൊടുക്കൂ. ദല്ലാൾ എന്ന് പറയുന്നവന് എനിക്കൊരു അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എന്നെ ചതിക്കാനായി എന്തെങ്കിലും പ്രവൃത്തി നടത്തി മാധ്യമ സുഹൃത്തുക്കളോടല്ല തമ്പുരാനെ അറിയിച്ചാൽ പോലും ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ഭൂമി തന്നെ ദല്ലാൾ വാങ്ങിയിരിക്കണം. കാരണം ശോഭാ സുരേന്ദ്രന് ഇപ്പോ 1 കൊല്ലത്തിന് ശേഷം ഡേറ്റ് ഉണ്ടല്ലോ, SBIയിലേക്ക് പണം വന്ന ഡേറ്റ് അയാൾ പറയുന്നുണ്ടല്ലോ. ആ 1 കൊല്ലം എന്താണ് ഇയാൾ മിണ്ടാതിരുന്നത്? ഇത് വാർത്തയാക്കാൻ വീണ്ടും ക്രൈം നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടു. നന്ദകുമാർ പറഞ്ഞൊരു കാര്യം, ഇയാൾ ഭൂമി ഭൂമി നോക്കാൻ വന്നപ്പോൾ ഇതേ പേരും പറഞ്ഞ് മറ്റു 2 പേരോടൊന്ന് രേഖ തരാൻ പറയൂ. അഡ്വാൻസ് വാങ്ങി കച്ചവടം ഉറപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് താൻ പിൻവാങ്ങി എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അത് നാട്ടു നടപ്പാണോ? ശോഭാ സുരേന്ദ്രൻ എന്റെ വോട്ടുപാറയിൽ ഇന്നും കിടക്കുന്ന ആ ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കരാർ എഴുതിയുണ്ടെങ്കിൽ ആ കരാറിന്റെ കോപ്പി നന്ദകുമാർ കൊണ്ടുവരട്ടെ. നാളെ രജിസ്റ്റർ ചെയ്യും മാധ്യമങ്ങളുടെ മുന്നിൽ. ബാക്കി പണം തരണം. അതായത് എന്റെ ഭൂമിയുടെ വില 1,90,000 രൂപയാണ്. 1,90,000 രൂപ വിലയുള്ള ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോൾ പെട്ടെന്ന് ഒരു 15 ലക്ഷം ചികിത്സാ ചെലവ് വന്ന സമയത്താണ് എനിക്കത് വിൽക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ആ സമയത്ത് ഈ ദല്ലാൾ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കറിയാം ഇത് നാളെ ഇയാൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ബാങ്ക് വഴി SBI ബാങ്ക് വഴി ഇടാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എന്നോട് വെറുപ്പ് വരാനുള്ള കാരണം എന്തുകൊണ്ട് താങ്കൾ ഇപ്പൊ കച്ചവടം നടന്നില്ല, 1 വർഷം കഴിഞ്ഞു, എന്തുകൊണ്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കില്ല? കൊടുക്കാൻ സൗകര്യമില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ ഭൂമി, ഇവൻ വലിയ വാക്ക് പറയുന്ന ആളല്ലേ, എന്റെ ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ഒരാൾക്ക് ആ ഭൂമി മാത്രമേ കൊടുക്കൂ. 4 തവണ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. 4 തവണ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ബാക്കി പൈസ തന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്ത് ഈ ദല്ലാളിന് 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയല്ല. എല്ലാവർക്കും അറിയാവുന്ന ഇയാളൊരു ഷെയ്ഡി ക്യാരക്ടറാണ് ദല്ലാൽ നന്ദകുമാർ. അങ്ങനെയുള്ള ആളുകളുമായിട്ട് എന്തിനാണ് ഒരു ചർച്ചയും ഒരു സാമ്പത്തിക ഇടപാടും? നോക്കൂ, ഷാഡി ക്യാരക്ടർ ആണെങ്കിലും കൊണ്ടുവരുന്ന ആൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടുവൊടിക്കുന്ന, നട്ടല് പിളർക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് 100-300 ആളുകളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. 100-300 ബലിദാനികളെ കേരളത്തിൽ സൃഷ്ടിക്കുകയും എൻ്റെ സഹപ്രവർത്തകൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിക്കകത്തിട്ട് വെട്ടിക്കൊല്ലുകയും ആദ്യത്തെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാധാരണ തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിലെ 1-ാം പ്രതി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. അങ്ങനെയുള്ള നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ഒരവസരം കിട്ടിയാൽ നാളെയും ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ദല്ലാളിനോട്, ആരായിരുന്നു ഡൽഹിയിലേക്ക് വന്ന ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയും. അല്ല നിങ്ങൾ ചോദിക്കണം.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഷാഡി ക്യാരക്ടറാണ്. ഈ ഷാഡി ക്യാരക്ടർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള നെറികെട്ടവന് എന്തിനാണ് ഇത്രയും വലിയ വാർത്ത കൊടുക്കുന്നത്? ആണ് ശോഭാ സുരേന്ദ്രന്റെ ബന്ധം എന്താണ്? അല്ല നോക്കൂ, ശോഭാ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ, തീർച്ചയായിട്ടും സംസാരിച്ചു. അല്ല അവിശുദ്ധ ബന്ധമല്ല, ശുദ്ധ ബന്ധം തന്നെയാണ്. അതായത് ഇപ്പോ നന്ദകുമാറല്ല, ഏത് ഫ്രോഡാണെങ്കിലും ആരെയാണ് പരിചയപ്പെടുത്തുന്നത്, എന്തിനാണ് പരിചയപ്പെടുത്തുന്നത്? ഈ ഫാക്ടാണ് ശോഭാ സുരേന്ദ്രൻ അന്വേഷിക്കുന്നത്. എന്താണ് എങ്ങനെ ഏറ്റവും വലിയ ലീഡർ ആ ഏറ്റവും വലിയ ലീഡറുടെ പാലമായിട്ട് വർത്തിക്കാൻ ഞാനല്ലല്ലോ നാണം കെടേണ്ടത്. അല്ല, ആ കഥയൊന്നും ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ ചോദിക്കണം ദല്ലാളിനോട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുടെ ഉടമസ്ഥയുള്ള കമ്പനി വാങ്ങിയ റിസോർട്ടിൽ പങ്കാളിത്തമുള്ള ആളാണോ നേതാവ്? അല്ല, ഞാൻ പറഞ്ഞാലും നിങ്ങൾ 100 ചോദ്യം ചോദിച്ചാലും ഇത് പറയേണ്ടവൻ ദല്ലാളാണ്. കടിച്ച പാമ്പ് തന്നെ ആണല്ലോ വിഷമിറക്കേണ്ടത്. എന്തായിരുന്നു അപ്പോൾ ചില നേതാക്കന്മാർ അബദ്ധവശാൽ ഇയാൾ വലിയ ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഇയാള് ലാവ്ലിൻ കേസ് പലവട്ടം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് BJPക്കെതിരെ വാർത്ത വരുന്നുണ്ടല്ലോ. എന്താ ലാവ്ലിൻ കേസ് മാറ്റാൻ കാരണം? ലാവ്ലിൻ ആരാ വക്കീൽ ആരാണ്? ലാവ്ലിൻ കേസ് നടത്തുന്ന വക്കീലിനെ കോടതിയിൽ പോയി രേഖകൾ പല ആളുകളും അതിനെന്താണ്? ഈ നന്ദകുമാറിന് ഒരു പെണ്ണന്വേഷണത്തിനല്ലല്ലോ ഞാൻ പോയത്. ഈ നന്ദകുമാർ എന്ന് പറയുന്നവൻ ഷാഡി ക്യാരക്ടർ ആണെങ്കിൽ എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തു പണം തന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. അത് അനധികൃതമായിട്ട് വാങ്ങിയല്ല, ബാങ്കിലേക്കാണ് അയച്ചിട്ടുള്ളത്. അവന് സൗകര്യമുണ്ടെങ്കിൽ വാങ്ങാം, വാങ്ങിയില്ലെങ്കിൽ അവൻ കേസ് കൊടുക്കട്ടെ. അതെ, ശോഭന. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു വിഷയമുണ്ട്. അതായത് ചേച്ചിയെ ഈ ദല്ലാൽ നന്ദകുമാർ ഇടനിലക്കാരനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. CPM-ന്റെ ഒരു നേതാവിനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി ഇടനിലക്കാരനായിട്ട് ദല്ലാൽ നന്ദകുമാർ ഉപയോഗിക്കുകയായിരുന്നു. അല്ല, ദല്ലാൽ നന്ദകുമാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ ലീഡറെ ഡൽഹിയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുമ്പോൾ ആ വലിയ ലീഡർക്ക് വലിയൊരു പോസ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ ദല്ലാൾ വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കും. അതല്ല, അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് പിന്നീടാണല്ലോ ദല്ലാളിന്റെ ബോധ്യപ്പെടുന്നത്. അത് അവനോട് ചോദിച്ചാൽ മതി, ദല്ലാളിനോട് ചോദിച്ചാൽ മതി. അല്ല, അത് ദല്ലാളിനോട് ചോദിച്ചാൽ മതി, അയാളല്ലേ പറയേണ്ടത്. ദല്ലാൽ നന്ദകുമാർ 3 ദിവസത്തിനകം അല്ലെങ്കിൽ ദല്ലാൽ CPM നേതാവ് ആരാണെന്ന് ദല്ലാൽ നന്ദകുമാർ വേണം, അല്ലെങ്കിൽ ചേച്ചി 3 ദിവസത്തിനകം പറയും. അല്ല, ദല്ലാൽ നന്ദകുമാർ പറയട്ടെ, അയാളാണല്ലോ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് ദല്ലാൽ കാണാൻ വന്നത്? എന്തിനാണ് എന്നെ പരിചയം സ്ഥാപിച്ചത്? അല്ല, അത് ഉത്തരം അയാളാണ് പറയേണ്ടത്. ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെ കാണാനല്ല പോയത്. ദല്ലാൽ നന്ദകുമാർ നോക്കൂ, പൊതുപ്രവർത്തനല്ല. ദല്ലാൽ നന്ദകുമാർ ഒരു ഡീലർ മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ അതല്ല, ഒരു പൊതുപ്രവർത്തകയും ഈ പൊതുമണ്ഡലത്തിൽ 19 കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രവർത്തിക്കുന്ന ആൾക്ക് എനിക്ക് നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ചിന്തിച്ച പോലെ ഒരു ശോഭാ സുരേന്ദ്രൻ ഒരു 22 ലക്ഷത്തിന്റെ ഭൂമി വിറ്റിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ല, ഞാൻ ദല്ലാൽ നന്ദകുമാറിനെ തേടി പോയതല്ല. എന്റെ ചേച്ചിയുടെ മകന്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഭൂമി വാങ്ങാൻ ദല്ലാൽ നന്ദകുമാറാണ് ആവശ്യം പ്രകടിപ്പിച്ചത്. ഒരാഴ്ചക്കകം ഞാൻ ഈ ഭൂമി വാങ്ങാം. കാരണം അതെ, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അവിടെ തന്നെ പലചരക്ക് കട നടത്തുന്ന ലത്തീഫ് ക എന്ന് പറയുന്ന ഓട്ടുപാറയിലെ ഒരാൾ ഈ ഭൂമി നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അതേ സമയത്താണ് ഈ നന്ദകുമാർ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനും അദ്ദേഹവുമായിട്ട്, അപ്പോ ലത്തീഫ് ക എന്നോട് പറയുകയാണ് ഞാനത് 1.25 വാങ്ങാം. അപ്പൊ ഞാൻ പറയണേ ഇക്ക അത് പറ്റില്ല, കാരണം ഞാൻ 1.90 വാങ്ങിയ ഭൂമിയാണ്. അപ്പൊ എന്റെ വാങ്ങിയതിന് ശേഷം അതിന് ചുറ്റും 1.80 1 രൂപ 1.80 വെച്ച് ഞാൻ കല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്കയോട് പറയുകയാണ്. ഇത് പറഞ്ഞ് കേട്ടപ്പോഴാണ് ദല്ലാൾ പറയുന്നത് എന്റെ കാറിലിരിക്കുന്നുണ്ടല്ലോ പൈസ, ഞാൻ തരാമല്ലോ പൈസ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? പൈസ വാങ്ങേണ്ടതല്ലേ?
ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഈ ഭൂമി വാങ്ങുക, നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക. എന്ത് തെറ്റാണിത്? ഇതാണോ അയാൾ ഇപ്പൊ ഈ ഇലക്ഷന്റെ തലേ ദിവസം വന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാകുമ്പോ? അതായത് BJPയിലേക്ക് വാല്യൂ ഉള്ള ഒരാളെ കൊണ്ടുവരാൻ ഒരാൾ പറഞ്ഞാൽ അത് അയാൾ എത്ര ഫ്രോഡായാലും അയാളുടെ കൈ പിടിക്കുക എന്നുള്ളത് എന്ത് ധാർമ്മികതയാണുള്ളത്? BJPയിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേച്ചി പറഞ്ഞു ആളെ കൊണ്ടുവരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ കൈ പിടിച്ചു. അയാളുടെ കൈ പിടിക്കുകയും കാല് പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ ആദ്യം അന്വേഷിക്കേണ്ടത് രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ മുറിയിലേക്ക് അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി ലീഡർ വന്നോ? അവിടെ ഇരുന്നു കൊണ്ട് ഞാനുമായിട്ട് സംസാരിച്ചോ? അന്നത്തെ ദിവസം അവിടെ ഏതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നു? മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെ മറ്റാരാണ് അവിടെ ഉണ്ടായിരുന്നത്? അന്വേഷിക്കേണ്ടത്. ആണ് ആണ്. ഏത് മൈക്ക്? അതെനിക്കറിയില്ല. മൈക്ക് കേടായോ എന്ന് എനിക്കറിയില്ല. മൈക്ക് കേടായ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ കേരളം ഞെട്ടുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരാൾ BJPയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ കണ്ണൂരിൽ ഇല്ലാതാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ പിന്മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു സാധാരണ ഒരു ഭൂമി ഇടപാട്, സാധാരണ ഒരു സെന്റ് സ്ഥലം വാങ്ങിയാണെങ്കിൽ പോലും ഒരാൾ പോയി കണ്ട് അതൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇപ്പോൾ ഒരാളോട് പറയാറുണ്ടാകാൻ എഗ്രിമെന്റ് വേണം, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇപ്പം ചേച്ചി നന്ദകുമാർ പറഞ്ഞ എന്റെ സ്ഥലം വാങ്ങണം എന്ന് പറയുമ്പോൾ കൂടുതൽ പൈസ എടുത്ത് തരികയല്ല, പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്നു. ഏത്? വാങ്ങില്ല. ഒരു പ്രശ്നമില്ല. ഇവിടെ വലിയ വലിയ ഭൂമി കച്ചവടങ്ങൾ നടക്കുന്ന നാടാണ്. 10 ഏക്കറയും 20 ഏക്കറയും ഒക്കെ ഉള്ള ആളുകൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാടാണ്. എന്റെ ഒരു തുണ്ട് ഭൂമി ഞാൻ പൊതുപ്രവർത്തി ആയതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും ഈ നാണം കെട്ടവന് 1 രൂപ പോലും ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് എന്റെ തന്റെ ഇടം. അവൻ ആ സ്ഥലം വാങ്ങിയിരിക്കണം. 3 പതിറ്റാണ്ടായി പൊതുപ്രവർത്തനം നടക്കുന്ന ആൾക്ക് ഒരു തുണ്ട് ഭൂമി വെക്കാൻ അവകാശമില്ല. അങ്ങനെയൊന്നുമില്ല. ഭൂമി നോക്കൂ, ഭൂമി വേറെ ആർക്കെങ്കിലും വിൽക്കാനല്ല. ഈ ഭൂമി ഇയാൾ വാങ്ങാമെന്ന് പറഞ്ഞത് തന്നെ അവിടെ ഒരു ടെമ്പിൾ കെട്ടിയിട്ട് അയാൾ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം ചെയ്യുകയാണ്. എൻ്റെ 4 കുട്ടികൾ വടക്കാഞ്ചേരിയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 4 പേർക്കും കൂടിയിട്ട് അയാൾ വീണ്ടും പറഞ്ഞ കഥ അതെയാണ്. 4 പേർക്കും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെല്ലാം ദത്തെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ചെറിയ 3 സെന്റ് സ്ഥലത്ത് വീട് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആഗ്രഹക്കാരനാണ്. അപ്പൊ എനിക്ക് വടക്കാഞ്ചേരിയിൽ ഓട്ടുപാറയിൽ തന്നെ അയാൾക്ക് സ്ഥലം വേണം എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പൊ എന്താ വാങ്ങാത്തത്? വാങ്ങണ്ടേ? മനസ്സിലായാലും എനിക്ക് എന്താണ് നോക്കൂ. പിന്നെ കഴിഞ്ഞ ദിവസം എന്തിനാണ് ബ്രിട്ടാസ് കരിമണൽ കർത്തയ്ക്ക് വേണ്ടി എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈ 10 ലക്ഷം അല്ല, ഈ നാണംകെട്ട നന്ദകുമാർ എന്റെ ഭൂമിക്ക് വേണ്ടി തന്ന 10 ലക്ഷത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഈ നിമിഷം ഞാൻ വിചാരിച്ചാൽ കരിമണൽ കർത്തയുടെ 25 കോടി നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിക്കാൻ തീരുമാനിക്കാമായിരുന്നു. അല്ല, വേണ്ടല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രന് 25 കോടിയും 50 കോടിയും ഒക്കെ തന്ന് വിലക്കെടുക്കാനുള്ള ഒരുപാട് ആളുകൾ ഈ കേരളത്തിന്റെ മുന്നിൽ നടക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കരഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യക്തി വെറുതെ സഹായിക്കാൻ വന്നാൽ ശോഭാ സുരേന്ദ്രൻ കൈനീട്ട് വാങ്ങുന്ന പ്രശ്നമില്ല. അയാൾക്ക് വൈരാഗ്യം വരാൻ കാരണം നല്ല രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള നന്ദകുമാറിന്റെ യാത്രകൾ മുഴുവൻ നിരീക്ഷിക്കുകയും ദല്ലാൽ നന്ദകുമാർ ദുബായിൽ പോയി 1.5 വർഷത്തോളം താമസിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനിൽ ആന്റണിക്കെതിരെയും വലിയ ആരോപണം ദല്ലാൽ ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, വെറുതെ ബ്രിട്ടാസിനോന്ന് ചോദിക്കുക. ബ്രിട്ടാസ് മലപ്പുറം ജില്ലയിലെ ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ എന്തിനാണ് ഫോണിൽ വിളിച്ചത്? ഇപ്പോ ഈ ഇലക്ഷന്റെ ഒരു 2 ആഴ്ചക്കിടയിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ മലപ്പുറത്തുള്ള എന്റെ ബന്ധുവിനെ കാണണ്ട എന്ത് അടിയന്തരമാണ് ബ്രിട്ടാസിന്റെ വീട്ടിലുണ്ടായത് ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അല്ല, ആ ബന്ധുവിനോട് പറഞ്ഞിരുന്നു. അല്ല, ആവശ്യം
ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നൊന്ന് അറിയട്ടെ. മാധ്യമ സുഹൃത്തുക്കൾ അതെല്ലാം അന്വേഷിക്കണ്ടേ? ശോഭാ സുരേന്ദ്രനെ ആർക്കും കാണാൻ കിട്ടില്ലെന്നേ. എന്നെ കാണാൻ കിട്ടും. പൊരി വെയിലത്ത് നിന്ന് വേർത്ത് കുളിച്ച് വരുമ്പോഴാണെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചാൽ ഞാൻ വരും. സാധാരണ ഒരു വ്യക്തി വിളിച്ചാൽ ഞാൻ വരും. ഇനി ദല്ലാൾ അവൻ തല കുത്തി മറിഞ്ഞാലും ശോഭാ സുരേന്ദ്രന്റെ ഭൂമി അവൻ വാങ്ങിച്ചിരിക്കണം. അവന്റെ അമ്മ തന്ന വാക്കുകൂടിയാണ്. എന്താണ് ബ്രിട്ടാസ് ഫോണിൽ വിളിച്ചു. മലപ്പുറത്ത് അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. എങ്ങനെയാണ് ഈത്തപ്പഴത്തിനകത്ത് സ്വർണ്ണക്കുരി വെക്കുന്നത് എന്ന് റിസർച്ച് ചെയ്ത നേതാവിന്റെ ഏറ്റവും അടുത്ത മറ്റൊരു നേതാവ്. സ്വപ്ന സുരേഷുമായിട്ട് നല്ല കൂടിക്കാഴ്ചകൾ രാത്രിയിൽ. നിങ്ങൾക്കിപ്പോ BJP-യിൽ ഇവരൊക്കെ കണ്ട ചെറിയ ആളുകളുടെ പേരൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് അവരെ കൊട്ടേഷൻ കൊടുക്കണോ? ഒരു കൊലപാതകത്തിന് റീത്ത് വെക്കാൻ പോണോ? വേണ്ടല്ലോ. വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, അതായത് BJP-യുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അതായത് മുരളീധരൻ, ഇവരെല്ലാം തനിക്ക് എതിരാണ്. അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് നന്ദകുമാറിനോട് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞു. നന്ദകുമാറാണല്ലോ ശബ്ദം മൊഡ്യൂൾ ചെയ്യുന്ന ആള്. കേരളത്തില് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങളുടെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവരന്വേഷിച്ച അന്വേഷണത്തിൽ മനസ്സിലായത് മമ്മൂട്ടിയുടെ ശബ്ദം മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ദല്ലാൽ. ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട്, വീഡിയോ വരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവന് നിഴലിൽ ജീവിക്കാൻ മോനെ ദല്ലാളെ നിന്നെ ഇനി അനുവദിക്കില്ല. അനിൽ ആന്റണി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ വേട്ടയാടാമെന്നുള്ള ധാരണ, അത് കോടിക്കണക്കിന് രൂപ പലരെയും വിറ്റ് തിന്ന് ജീവിച്ച നിനക്കുണ്ടല്ലോ, ആ ധാരണ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ചില ഘട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രന് കാളിയുടെ രൂപവും എടുക്കാൻ സാധിക്കുമെന്ന് ദല്ലാളിനോട് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിന്റെ അമ്മയെ വിളിക്കണം. നിന്റെ അമ്മയെ വിളിച്ച് നിന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നീ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് 100 പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ്. ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്മയെയും എന്നെയും ഒന്ന് നീ ഒരുമിച്ചിരുത്തണം. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്കിടയിൽ ആ അമ്മയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പരിപാടികൾ അതെല്ലാം വളരെ ക്ലീൻ ആക്കി തരാം.